കൊല്ലത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിക്ക് സമയോചിത ഇടപെടലിൽ ജീവൻ രക്ഷിച്ച് ചടയമംഗലം പോലീസ്. മൊബൈൽ ഉപയോഗിച്ചതിന് വീട്ടുകാർ ശാസ്ത്രത്തിനെ തുടർന്നാണ് പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. SI മനോജും ഹോംഗാർഡ് ജ്യോതിയുമാണ് പെൺകുട്ടിക്ക് CPR നൽകിയത്. 7 മിനിറ്റോളം CPR നൽകിയാണ് 17-കാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അനക്കമുണ്ടായിട്ടും പോലീസ് ജീപ്പിൽ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കായി. വിനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. വിനീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു ഇടപെടൽ, അവരുടെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ. ആ പെൺകുട്ടി ഒരു ജീവൻ രക്ഷിച്ചു എന്ന് വേണം കരുതാൻ. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാരുടെ സമയോചിതമായ ഒരു ഇടപെടലാണ് 17-കാരിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. ചടയമംഗലം സ്റ്റേഷൻ പരിധിയിലാണ് ഒരു മാതാവ് സ്റ്റേഷനിലേക്ക് സഹായാഭ്യർത്ഥന നടത്തുകയായിരുന്നു. തൻ്റെ മകൾ വീടിനുള്ളിൽ കയറി കതകടച്ചു, വിളിച്ചിട്ട് കതക തുറക്കുന്നില്ല. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിലെ ആ ഒരു വിരോധത്തെ തുടർന്നാണ് ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു അറിയിപ്പാണ് സ്റ്റേഷനിലേക്ക് കിട്ടിയത്. ഉടൻ തന്നെ SI മനോജ്, അതുപോലെ തന്നെ CPO ജ്യോതി രണ്ടുപേർ ചേർന്ന് പെട്ടെന്ന് തന്നെ ഇവരെ വീട്ടിലേക്ക് എത്തുന്നു. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിയെ കതക് തട്ടി വിളിച്ചപ്പോൾ പെൺകുട്ടി പ്രതികരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കാനായി മാതാവിനോട് സംസാരിച്ചിരുന്ന സമയത്താണ് ഈ റൂമിനുള്ളിൽ നിന്നും ഒരു അസ്വാഭാവികമായൊരു ശബ്ദം ഉണ്ടായത്. ഉടൻ തന്നെ ഇവർക്ക് സംശയം തോന്നി. വെളിയിലെ ജനലിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചതിന് ശേഷം ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് റൂമിനുള്ളിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് കതക് ചവിട്ടി പൊളിക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ റൂമിനുള്ളിൽ പ്രവേശിക്കുകയും കുട്ടിയെ താഴെ ഇറക്കി ബെഡിൽ കിടത്തി വിളിച്ചപ്പോൾ അനക്കമില്ലായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മിനിറ്റ് നേരത്തോളം CPR നൽകി. അപ്പോഴാണ് ചെറിയൊരു ജീവന്റെ തുടിപ്പ് അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടുകയും എങ്ങനെ അറിയാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം പഴാക്കാതെ പോലീസ് ജീപ്പിൽ തന്നെയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് പറയുന്നത്. അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അങ്ങനെ ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പോലീസുകാരുടെ സംയോജിതമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഇവർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, CPR നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. മാതാവും അത്തരത്തിലുള്ള ഇതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയോട് സംസാരിക്കുന്നതിന് തന്നെ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം ഇത്രയും കുട്ടിയുടെ ആരോഗ്യനിലയൊക്കെ ഇന്ന് മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു സംഭവം, ഈ ഒരു ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇവർക്ക് നല്ല രീതിയിലുള്ള അഭിനന്ദന പ്രവാഹങ്ങളും ലഭിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് SI ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഇത്തരത്തിലൊരു നിർദ്ദേശമുണ്ട്. ഈ സ്ത്രീകളോ കുട്ടികളോ സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുകയാണെങ്കിൽ ഞൊടിയിടയിൽ അവിടെ എത്തണം, അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് പോലീസുകാർക്ക് ഒരു നിർദ്ദേശമുണ്ട്. അതാണ് തങ്ങൾ ചെയ്തതെന്നാണ് പോലീസുകാരും പറയുന്നത്. രഞ്ജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.